Good afternoon to all. Yeah, unmute. You can speak now. Good afternoon. സംസാരിച്ചോളൂ. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon once again. Okay, then how are you all? സുഖാണോ എല്ലാവർക്കും? എന്തൊക്കെയുണ്ട് വിശേഷം? Fine. Sugana. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay, എല്ലാവരും സുഖായിട്ടിരിക്കുന്നു. Okay, ഫസ്റ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ലേ? ആണോ? അല്ലേ? ഫസ്റ്റ് ടൈം ആണല്ലോ കാണാൻ നമ്മള്. ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, വേറെ ക്ലാസ്സിന് ഞാൻ ഉണ്ടായിരുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. MTയുടെ ക്ലാസ്സിന് മിസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന്റെ. Okay. അറിയാമോ? Naji Fatima, I know you. MD 11-ലുണ്ടായിരുന്നു. MD 11. ഇവിടെയും വന്നു അല്ലേ? ഓക്കെ, അഞ്ചു എങ്ങനെയാ? അഞ്ചു MD ഉണ്ടായിരുന്നോ? ഞാൻ ഈ കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്നാണ്. കംപ്ലീറ്റ് ചെയ്തില്ല ഞാൻ. ഞാൻ ഇതിലോട്ട് ജോയിൻ ചെയ്യാൻ ചെയ്ത. അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നോ? ഏത് MD ആയിരുന്നു? ഏതാ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് മെഡിക്കൽ ഇഷ്യൂ കാരണം ഞാൻ ആ ബാച്ച് വേണ്ടെന്ന് വെച്ച് ഞാൻ ഇതിലോട്ട് വന്നു. അത് കുറച്ച് ടഫാണ്. പിന്നെ എനിക്ക് മെഡിക്കൽ ഇഷ്യൂ കുറച്ചുള്ളതുകൊണ്ടിട്ട് അതിൽ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാനുണ്ടായില്ല. അപ്പം ഇതാവുമ്പം സ്റ്റഡീസ് ഒക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. നമുക്കല്ലാത്ത കാര്യങ്ങളും കുറച്ച് ഫ്രാക്ചറൊക്കെ പറ്റി ഹോസ്പിറ്റലിലായിരുന്നു. വന്നതേ ഉള്ളൂ ഇപ്പൊ. അങ്ങനെ മിസ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനും കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ആണോ? ഏത് ക്ലാസ് ആയിരുന്നു? പറയൂ, സംസാരിക്കൂ. പേരെന്തായിരുന്നു? സന, ഷന, ഷഹ, ഷന. എന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ നോക്കണം കേട്ടോ. പേര് കറക്റ്റ് തന്നെയാണോ? മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. എനിക്ക് മേമ മരിച്ചുകൊണ്ട് ക്ലാസ് കുറച്ച് പെൻഡിങ് ആയി. അപ്പൊ പിന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ് എന്ന് പറയുമ്പോ ഏതായിരുന്നു? ബാച്ച് ഏതായിരുന്നു? കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 24. ഓക്കെ, അപ്പൊ കുറച്ചു കാലം എന്നെ അറിയാം. പേര് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റോ? കണ്ടു പരിചയമുള്ളൂ അല്ലേ? അശ്വതി മിസ്സാണ്. പേര് പറയാം. സന്തോഷം എനിക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. ബാക്കി എല്ലാവരും കേൾക്കുക. ഞാൻ അൺമ്യൂട്ട് ചെയ്തു, ശരി, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്കാം. സംസാരിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക, അതിനുശേഷം മ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. അപ്പൊ എല്ലാവരും അത് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് ടീച്ചേഴ്സ് എല്ലാവരും ഓൺ മ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കുന്നത്. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അത്രേ ഉള്ളൂ. Okay. Yeah. So first of all, I introduce myself. I'm Ashwati, your teacher, subject teacher. Okay. So class എങ്ങനെ പോകുന്നു? ഓക്കെ ആണോ? അടിപൊളിയാണ്. ഓക്കെ, എന്നിട്ടൊക്കെ പോകുന്നു. എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും വന്ന് ക്ലാസ് എടുത്ത് പോയി അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. വന്ന് ക്ലാസ് എടുക്കണോ? കുറച്ചൊക്കെ സംസാരിക്കട്ടെ നമുക്ക്. എപ്പോഴും ഫുൾ ടൈം ലൈനിൽ വിളിച്ച് സീരിയസ് ആയിട്ട് ഇരിക്കുന്നില്ല. എങ്ങനെ ശരിയാവും അല്ലെ? ബോറിംഗ് അല്ലേ? സത്യം പറയുന്നത് നിങ്ങൾ ഭയങ്കര ബോറിംഗ് അല്ല അങ്ങനെ ഫുൾ ടൈം പഠിക്കുന്നത്? ആണോ? ഓക്കെ, എന്റെ സംസാരം കുറച്ച് കൂടിപ്പോയാൽ അത് ബോറിംഗ് ആണെന്ന് പറയാം കേട്ടോ. ധൈര്യമായിട്ട് പറയാനോ. മിസ്സേ ഭയങ്കര ബോറിംഗ് ആണ്, ക്ലാസ് എടുക്കൂ എന്ന് പറയണം. ഓക്കെ, പറയണം കേട്ടോ. പറയാതിരിക്കരുത്. കുറച്ചൊക്കെ സംസാരിക്കാം അല്ലെ? ഫുൾ ടൈം ക്ലാസ് ഒക്കെ ഇങ്ങനെയാണ് പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതുപോലെ തന്നെയാണ്, ഞാൻ സംസാരിച്ചാലും ചിലപ്പോൾ നിർത്തില്ല. അപ്പൊ നിങ്ങൾ തന്നെ പറയാം, മിസ്സേ മതി, ഇനി സംസാരിക്കണം, ഇനി ക്ലാസ് എടുക്കണം എന്ന് പറയണം. നിങ്ങൾക്ക് എന്ത് വേണ്ടോ പറയാം.
ഓക്കെ, ഫസ്റ്റ് ടൈം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്റെ പേര് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടേ, നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കണ്ടേ അല്ലേ? ഏകദേശം ഒരു ഐഡിയ വേണം, എന്റെ ക്ലാസ് എങ്ങനെയാണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. എല്ലാ ടീച്ചേഴ്സും വന്നു പോയോ എന്ന് എനിക്ക് അറിയില്ല. വന്നു പോയോ? ഞാനാണ് ലാസ്റ്റ്, മിക്കവാറും ഞാനായിരിക്കും ലാസ്റ്റ്. ഓക്കെ, യെസ്, ഞാനാ ലാസ്റ്റ്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോ വ്യത്യാസങ്ങളൊക്കെ അറിയാൻ പറ്റില്ല എന്നാണ് വിശ്വസിക്കുന്നു ഞാൻ. ഓക്കെ, അപ്പോ പറഞ്ഞു വരുന്നത് ഞാനും കുറച്ചൊക്കെ സംസാരിക്കും. പിന്നെ ക്ലാസ് എടുക്കും, കൂട്ടത്തിൽ തന്നെ ക്ലാസ് എടുക്കും. അതായത് എല്ലാ ക്ലാസ്സിലും വന്ന് സംസാരിക്കുക എന്നല്ല. റെക്കോ ക്ലാസ് കാണുന്നവരോട് കൂടി പറയാണ്, ഫുൾ ടൈം നമ്മൾ ക്ലാസ് എടുക്കുന്നതല്ല. ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുന്നില്ല. പക്ഷെ അങ്ങനെ ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഒപ്പീനിയനോട് പറയണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം ക്ലാസ് എടുക്കണോ, അതോ ഒരാൾക്ക് നമുക്കൊരു ജസ്റ്റ് ഒരു ബ്രേക്ക് ഒക്കെ വേണ്ടേ? അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് സംസാരിക്കണം. ഓക്കെ, എന്ത് പറയുന്നു? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഓക്കെ മാം. ഓക്കെ മാം. മാം അല്ല എനിക്ക് വേണ്ടേ, സംസാരിക്കൂ. എന്താ വേണ്ടേ? ഫുൾ ടൈം ക്ലാസ് എടുക്കണോ? ഫുൾ ടൈം ക്ലാസ് ഉണ്ട്, ഇതൊക്കെ വേണം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇതുവരെയും വന്ന ടീച്ചേഴ്സ് ഫോളോ ചെയ്ത മെത്തേഡ് തന്നെ ഞാൻ ഫോളോ ചെയ്യട്ടെ? അതെയോ? സംസാരിക്കണം. സംസാരിക്കണം. ഉച്ച ടൈം സംസാരിക്കണം. ഇനി കാര്യം ചെയ്യട്ടെ, ഞാൻ ആരോടും പറയേണ്ട സീക്രട്ട് ആണ്, പക്ഷെ സത്യം പറയണം. ഇത്രയും നേരം നിങ്ങൾ കുറച്ച് എന്തായാലും പഠിച്ച് നമ്മളത് പയ്യെങ്കിലും ഒരു ടയേർഡ് ആകും അല്ലെ? ഇപ്പോ കുറച്ചെങ്കിലും സംസാരിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്, എനിക്ക് അറിയാതെ. കാരണം പഠിക്കുന്ന നമുക്കറിയാമല്ലോ എന്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഓക്കെ, അപ്പോ എന്റെ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, എന്തും പറയാം, എന്തും സംസാരിക്കാം. ഓക്കെ, ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കണം. എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. അല്ലാണ്ട് ടീച്ചർ സ്റ്റുഡന്റ് സ്ട്രിക്റ്റ് അതൊന്നും അല്ല. സ്ട്രിക്റ്റ് ഒന്നും നിങ്ങൾക്ക് ഇഷ്ടം ഫ്രണ്ട്ലി ആവാ, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എന്നോട് സംസാരിക്കാം. പിന്നെ നിങ്ങളുടെ ഇമോജീസ് ആയിരിക്കും ഷെയർ ചെയ്യാം. സോ ഈ തമ്പെല്ലാം അടിക്കാതെ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം, ഇന്ന് സെൻഡ് ചെയ്യാം. അതായത് ശരി, നിങ്ങൾ സ്മൈൽ ചെയ്യുകയാണെങ്കിൽ സ്മൈൽ ചെയ്യാ. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും, കാരണം നിങ്ങൾ ശരിക്കാണ്. അല്ലാതെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ജസ്റ്റ് ഒരു പ്രൊഫൈൽ നെയിമും നിങ്ങളുടെ പ്രൊഫൈൽ പിക്കും ഒക്കെയാണ്. അല്ലാതെ നിങ്ങൾക്ക് കാണുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ എക്സ്പ്രസ് ചെയ്യണത് എങ്ങനെയാണ്? ഈ ഇമോജീസിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ ചെയ്യാട്ടോ, സംസാരിക്കണം തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. സോ അപ്പൊ ഞാൻ മിണ്ടാതിരിക്കും, നിങ്ങൾ സംസാരിക്കും. അത് കേട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? മറുപടി പറയും. ഓക്കെ, അപ്പൊ ഏകദേശം മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ഓൾമ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കുന്നില്ല. ഓൾമ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര സഫക്കേഷൻ ഫീൽ ചെയ്യും. പക്ഷോ ഞാൻ മാത്രം ഇത് സംസാരിക്കുന്നു, നിങ്ങളാരും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആരോടൊക്കെയോ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ഫീൽ കിട്ടും. എനിക്ക് അങ്ങനെ വേണമെന്നില്ല. എനിക്ക് എന്റെ കൂടെ എല്ലാവരും വേണം എന്നൊക്കെ എടുക്കാം. ഓക്കെ, അതിന്റെ ഓൾമ്യൂട്ട് ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കോപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഡിസ്റ്റർബൻസ് ഒന്നും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെയാണ്, ചില്ലായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഓരോരുത്തരെയൊക്കെ ഞാൻ പരിചയപ്പെടണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കുമല്ലോ. അറൗണ്ട് ഒരു 45 എബോവ് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ? ഇതാണ്, ഇങ്ങനെയാണ് ഞാൻ, ഇങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുക. ഓക്കെ ആണോ? കുഴപ്പമുണ്ടോ? ഇല്ല. അഡ്ജസ്റ്റ് ആയി വരും അല്ലെ? അൺസഹിക്കബിൾ ആയി കഴിഞ്ഞാൽ പറയണം കേട്ടോ. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ എന്നോട് പറയണം. സേ ഓവറാണ്, സേ എന്നൊക്കെ പറയാം. എന്നോട് എന്തും പറയാം. ഓക്കെ, അതും പറഞ്ഞ കുറെ ഇങ്ങനെ പറയരുതേ, എന്നാ വെറുതെ സെറ്റി ആക്കരുത്. അതൊക്കെ പറയാം. ഓക്കെ, അപ്പൊ വേറെന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ്? ഇന്നിപ്പോ കുറച്ച് ഫ്രീ ആക്കാം. ഇനി അങ്ങോട്ട് ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും. ഇല്ലല്ലോ, നിങ്ങൾ സംസാരിക്കാനുണ്ടോ? ക്ലാസ്സിൽ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുക കേട്ടോ. റിലാക്സ് ചെയ്തിരിക്കുക. പഠിക്കുന്നതിനെ കുറിച്ച് ഒരു ടെൻഷനോ കാര്യമോ ഒന്നും അടിക്കരുത്.
ഓക്കെ? പഠിക്കുമ്പോ ഞാൻ പറയുന്ന ഒരേ ഒരു മെത്തേഡ് അതാണ് കേട്ടോ. ഒരു കാര്യവും ബൈഹാർട്ട് പഠിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എടുക്കുന്ന പോർഷനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ എടുക്കുന്ന പോർഷൻസിൽ നിങ്ങൾ ഒന്നും ബൈഹാർട്ട് ചെയ്യരുത്, മനസ്സിലാക്കി പഠിക്കാം. HA എന്താണെന്ന് അറിയാലോ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകാത്തവരുടെ ആരുമില്ല, ഹോസ്പിറ്റൽ അറിയാത്തവരാരുമില്ല, അല്ലെ? ഒരു പ്രാവശ്യം ലൈഫിൽ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാകും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. സോ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, അല്ലെ? എപ്പോഴും റിലേറ്റ് ചെയ്ത് പഠിക്കാം, അതാണ് ഞാൻ പറയാറുള്ളത്. അല്ലാതെ ബൈഹാർട്ട് ചെയ്ത് ഓരോ സെന്റൻസ് കാണാതെ പഠിച്ച് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ വല്ല ഉപകാരം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള്. ഓക്കെ? അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ടെക്സ്റ്റ് കാണുമ്പോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ കാണുമ്പോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, ഓപ്പണായിട്ട് തന്നെ പറയൂ. ഇംഗ്ലീഷ് വായിക്കുമ്പോ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണല്ലോ എല്ലാവരും? ആർക്കെങ്കിലും ഉണ്ടോ? ഇതിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് ഗ്യാപ്പ് വന്നവരുണ്ടാകാം, അല്ലെ? നമ്മൾ സ്റ്റഡീസിലാണെങ്കിലും കുറച്ച് ഗ്യാപ്പ് ഉള്ളവരുണ്ടാകാം. പിന്നെ ക്വാളിഫിക്കേഷൻ ഇപ്പോ ഐ തിങ്ക് ഇംഗ്ലീഷിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ ഉണ്ടാകാം ക്ലാസ്സിൽ. സോ അവർക്കൊക്കെ പെട്ടെന്ന് ഈ ഇംഗ്ലീഷ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് കോഴ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ? അതും കൂടെ കുറച്ച് പഠിക്കുക, കാരണം ലാംഗ്വേജ് സ്കില്ല് ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് അറിയണം, എപ്പോഴും അറിയാൻ. ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ അതും അറിയണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഈ പോർഷൻ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ഇതാണ് കേട്ടോ. ഈ മോഡ്യൂൾ 1 ചാപ്റ്റർ 12 ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഞാൻ എടുക്കുന്ന ചാപ്റ്റർ. അപ്പൊ ഞാൻ ഇത് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ പാരഗ്രാഫ് വായിച്ചിട്ട് ജസ്റ്റ് ഒരു ബ്രീഫ് നോട്ട് ഞാൻ പറയുള്ളൂ. അതായത് ഓരോ സെന്റൻസ് വായിച്ചിട്ട് ഞാൻ അങ്ങനെ മീനിങ്ങും പറയില്ല, കാരണം ഓരോ സെന്റൻസ് വായിച്ച് പറയാനുള്ള മീനിങ് ഒന്നും ഉണ്ടാവില്ല. ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോഴാണ് അതിന്റെ മീനിങ് കറക്റ്റ്ലി അതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുക. ഓക്കെ? പിന്നെ അറിയാത്ത വേർഡ്സിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരും. ഓക്കെ? ദെൻ ഇമ്പോർട്ടന്റ് പോർഷൻസ്, ഇമ്പോർട്ടന്റ് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഇപ്പോ അല്ല, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്നും പറയില്ല. എക്സാം വരുന്നുണ്ടല്ലോ, എക്സാമിന്റെ ടൈമിൽ നമുക്ക് ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കും എന്റെ പോർഷൻസിൽ. എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും, എനിക്ക് അറിയില്ല. ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണാറില്ല. ഈവൻ എന്റെ ക്ലാസ് പോലും ഞാൻ കാണാറില്ല, ഇഷ്ടമല്ല, ഭയങ്കര പോലും. ഓക്കെ? അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും എനിക്ക് ഐഡിയ ഇല്ല. സോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയാറ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓരോരുത്തരുടെയും വേ ഓഫ് ലേണിംഗ് ആണെങ്കിൽ വേ ഓഫ് ടീച്ചിങ് ആണെങ്കിൽ ഡിഫറെന്റ് ആണ്. ഓക്കെ? അപ്പൊ ഏത് മെത്തേഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഞാൻ പറഞ്ഞത് എന്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ. നിങ്ങൾക്കത് ഒന്നിനും റിജക്ട് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം, ഇഷ്ടമാണ്. ഓക്കെ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ ആണോ? എന്നെ സഹിക്കാൻ പറ്റും നിങ്ങൾക്ക്? സഹിക്കാൻ പറ്റുന്ന കഷ്ടപ്പെട്ട് സഹിക്കേണ്ടി വരുമോ? ചാൻസ് ഉണ്ടല്ലേ? ഈ സംസാരം നിങ്ങൾ സഹിക്കേണ്ടി വരും കേട്ടോ. സഹിക്കാൻ പറ്റും നിങ്ങൾക്ക്? അത് നിങ്ങൾ സഹിച്ചേ പറ്റൂ, കാരണം വേറെ വഴിയൊന്നുമില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ സംസാരിക്കുമ്പോ ഓരടിക്കുന്നുണ്ടെങ്കിൽ പറയണേ, അത് നിർത്താം. അങ്ങനെ പറയുമ്പോഴെങ്കിലും ഞാൻ നിർത്തും. ആർക്കെങ്കിലും ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ പറയണേ. ബോറിംഗ് ആണോ? ഇതുവരെ സംസാരിച്ചില്ല, അല്ലെങ്കിൽ ഇതുവരെ നമ്മളൊന്ന് മിങ്കിൾ ചെയ്തു, ഇതുവരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ ഞാൻ ഓക്കെ ആണോ അല്ലയോ? എന്തും പറയാം നിങ്ങൾക്ക്, എല്ലാവർക്കും പറയാം, എന്തും പറയാം. നെഗറ്റീവ്സ് ഓർ പോസിറ്റീവ്സ് എന്തും പറയാം. എന്താണ് എനി ഹെസിറ്റേഷൻ? പക്ഷെ ഞാൻ കുറച്ച് ഇംപ്രൂവ് ചെയ്യാൻ നോക്കും. നിങ്ങളുടെ ഓരോ ഒപ്പീനിയനും എനിക്ക് വാല്യുബിൾ ആണ്. ആസ് എ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ പറയുന്ന ഓരോ സജഷൻസ് ആയിക്കോട്ടെ, ഒപ്പീനിയൻസ് ആയിക്കോട്ടെ, എനിക്ക് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പറ്റാവുന്നൊക്കെ ഞാനത് ഇംപ്രൂവ് ചെയ്യും, മാറ്റാവുന്നൊക്കെ നമുക്കത് മാറ്റാം. ഓക്കെ? അപ്പൊ എന്തും എന്നോട് പറയണം, അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ? പിന്നെ ഞാൻ സംസാരിക്കുന്ന കുറച്ച് സ്പീഡാണോ? ഞാൻ സംസാരിക്കുമ്പോ സ്പീഡ് ഉണ്ടോ? ഇല്ല. ഇല്ല, ഉറപ്പല്ലേ? മാറ്റി പറയൂ ഇനി. ഇല്ലല്ലോ, അല്ലേ? പറയില്ല. ഇതൊന്നും സൂപ്പറാണ്, കാണാട്ടോ. ഇതിപ്പോ ഞാൻ ചാപ്റ്റർ എടുക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് തോന്നും മിസ് ഭയങ്കര സ്പീഡാണെന്ന് പറയും. എല്ലാ ക്ലാസ്സും എനിക്ക് കിട്ടുന്നതാണ്. ഓക്കെ? അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് പറയാമെന്ന് വിചാരിക്കണ്ട, ഞാൻ സ്ലോവിൽ പറയാൻ ശ്രമിക്കും. ഓക്കെ?
ഞാൻ അതൊക്കെ എന്നെ പുകഴ്ത്തി പറയുന്നൊന്നല്ലോ. ഞാൻ ഇങ്ങനെയാണ് പൊതുവെ ക്ലാസ് എടുക്കുന്നത്, ഇങ്ങനെയാണ്. ചിലപ്പോൾ സ്പീഡ് വരും, അത് വായിച്ചു പോകുന്നതിന്റെ സ്പീഡാണ്, അത് കാര്യമാക്കണ്ട. ഞാൻ മനസ്സിലാക്കി തന്നിട്ടേ ക്ലാസ്സിൽ നിന്ന് പോകാറുള്ളൂ. 1-2 പ്രാവശ്യത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അത്രയേ പറയാനുണ്ട്. ഒന്നും ഒരുപാട് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് പോർഷനിലേക്ക് പോവാം. റെഡി ആണല്ലോ? കുറച്ചൊന്ന് ഉഷാറായി എല്ലാവരും അല്ലെ? ഉറക്കം തൂങ്ങലും ഓർക്കിപ്പിച്ചൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. ക്ലാസ് കേൾക്കാൻ റെഡിയാണ്. മിസ്സിന്റെ സംസാരം നോക്കിയാണ് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചൊരു എൻജോയ് ചെയ്യുന്നുണ്ട്. ക്ലാസ് എങ്ങനെയെന്ന് നോക്കട്ടെ, ബാക്കി പിന്നെ പറയാം. എന്നായിരിക്കും ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ? ആണോ? അല്ലെന്ന് പറയണ്ട, ഉണ്ടാവും അതെ. സോ വർത്താനൊക്കെ നിർത്തി ക്ലാസ് എടുത്ത് നിങ്ങൾ നോക്കട്ടെ, എന്തായിരിക്കും ചോദിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാലോ. ഇനിയൊരു കാര്യം പറയട്ടെ, എന്റെ ക്ലാസ് ഞാൻ എടുക്കുന്ന ക്ലാസ് ഓറായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ശരി സമ്മതിച്ചു, ചിലപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് പറ്റാ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നോട് വന്ന് പറയും കേട്ടോ. മിസ് എടുക്കുന്ന മോശം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മിസ് വേറെ മാറ്റി പിടിക്കും എന്നൊക്കെ വേണമെങ്കിൽ എന്നോട് വന്ന് പറയണം. ഓക്കെ, അതായത് എന്ത് കുറ്റവും കുറവാണെങ്കിലും പറയാം, എന്റെ മുഖത്ത് നോക്കി തന്നെ പറയാം. അതിനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. കോൺഫിഡന്റ് ആയിരിക്കുക, ബി കോൺഫിഡൻറ്റ്, ഓൾവേസ് ബി കോൺഫിഡൻറ്റ്. ഓക്കെ, എന്നോട് എന്തും പറയാവുന്നൊരു കണ്ടീഷൻ ആയോ? ഓക്കെ ആണോ? ഇപ്പോ ഓക്കെ ആണ്, കംഫർട്ടബിൾ ആയ ക്ലാസ് സെറ്റാണോ? Okay, so let's moving on our portion, the chapter module 1, chapter 12, Operation Theatre. Okay, next ആർക്കും ഡിറ്റക്ട് ചെയ്യാൻ തോന്നുന്നു. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വിസിബിൾ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മ്യൂട്ട് ചെയ്യാട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഡിസ്റ്റർബൻസ് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അഡ്മിറ്റ് ചെയ്യുക, ചോദിക്കാം. ഓക്കെ, ക്ലിയർ. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? എന്താ ആർക്കെങ്കിലും അറിയോ ഇത് എന്താണെന്ന്? അറിയോ? അറിയാത്തവരാരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? ഓപ്പറേഷൻ തിയേറ്റർ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്റെ അവസ്ഥ വെച്ചിട്ട് നിങ്ങള് ഓക്കെ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്റർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കണം? വീട്ടിലായിരിക്കണോ അതോ എവിടെയായിരിക്കണം? അറിയോ എവിടെയായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിൽ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഇങ്ങനെ വേണം പഠിക്കാൻ. ചുമ്മാ ഒന്ന് പഠിച്ചു നോക്കും. ഇതുവരെയും പഠിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. എന്നിട്ട് ആ മെത്തേഡ് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം കേട്ടോ. ഞാൻ അത് ഫ്ലോപ്പ് ആണെങ്കിൽ വേറെ ക്ലാസ്സിൽ പോയി പറയണ്ടല്ലോ. ഓക്കെ, അപ്പൊ ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. കേട്ടല്ലോ? ഓക്കെ, ക്ലിയർ. മതി, സംസാരം മതി. ക്ലാസ്സിലേക്ക് പോകും. ഫസ്റ്റ് എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. An operation theatre is a place where certain intrusive surgical procedures, which means operations that involve cutting into and working inside a patient's body, take place. This may contain either minimally invasive procedures such as keyhole surgery, where cameras and a laparoscope are inserted through small incisions, or open surgery where surgeons make larger cuts to reach the internal organs. Robot-assisted surgery allows surgeons to perform certain procedures through small incisions. Operation theatre is otherwise known as OR, perform operating rooms. Do you understand anything? എല്ലാം മനസ്സിലായോ? No? എന്താണ്? അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭീകരമായ സംഭവമാണല്ലോ എന്ന് ചിന്തിക്കും. അത്ര ഒന്നുമില്ല. അത് ഇംഗ്ലീഷ് വായിക്കുന്നതിന്റെയും അതിന്റെ കൂടെ ബുദ്ധിമുട്ട് നമുക്ക് തോന്നണോ? ഇത് സങ്കല്പിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ആ റൂം എന്തിനു വേണ്ടിയാണ് ശരിക്കും? ഒരു പേഷ്യന്റ് അല്ലെ, പേഷ്യന്റിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോഴോ എന്തെങ്കിലും സർജറി ആവശ്യമായിട്ട് വരുമ്പോഴോ നമ്മള് ആ രോഗിയെ എവിടെയാണ് ട്രീറ്റ് ചെയ്യുക? ട്രീറ്റ് മീൻസ് എന്തെങ്കിലും
സർജറി ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റൂം ഏതായിരിക്കണം? ഓപ്പറേറ്റീവ് റൂം ആയിരിക്കണം, അഥവാ ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കണം. അവിടെ വെച്ചാണല്ലോ ഈ സർജറി എല്ലാം ചെയ്യുന്നത്, അല്ലെ? സോ ആ റൂമാണ് എന്ത്? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ. ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ടൊന്നും ഞാൻ ക്ലാസ്സിൽ പറയാറില്ല. ഇത് മതി, ഇതാണ് ഏറ്റവും ബെറ്റർ. ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കാനേ പറ്റൂ. ഓക്കെ, നമ്മളൊക്കെ സെയിം ആണല്ലോ, ഒരേ വൈബാണ്. ഞാൻ നിങ്ങളെ പോലെയൊക്കെ തന്നെയാട്ടോ പഠിച്ചത്. അപ്പൊ ആ ഇത് തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, ഈ സർജറി എന്താ? സർജറി അറിയാത്തവരുടെ ആരുമില്ലല്ലോ. സർജറി എങ്ങനെയാ ചെയ്യുന്നേ? ചുമ്മാ ചെയ്യണം. ഈ നമ്മുടെ ബോഡി പാർട്സ് എന്തെങ്കിലും കട്ട് ചെയ്യാലോ, ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലെ? സർജറി എന്താണെന്ന് അറിയാമോ? ഞാൻ അതിനെ കുറിച്ച് എന്തിനാ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര മോശമാക്കുന്നത്. സർജറി അറിയാം. അതിൽ കീഹോൾ സർജറി എന്താണ്? ഒരുപാട് ഇഞ്ചുറിയോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു ഹോളിലൂടെ മാത്രം നമ്മൾ എന്ത് ചെയ്യാം? സർജറി ചെയ്യുന്നതാണ് എന്ത്? കീഹോൾ സർജറി എന്ന് പറയുന്നത്. ആണോ? ഒരു മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ ആണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. ഇതില് നമ്മൾ HA ആണ് പഠിക്കുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്നത്. ചിലത് എല്ലാം മെഡിക്കൽ നെയിം ആയിരിക്കും. ആ മെഡിക്കൽ നെയിം അങ്ങനെ തന്നെ പഠിക്കുക. അതിന് പക്ക മലയാളം ഇംഗ്ലീഷ് നടക്കരുത്. മനസ്സിലായോ? ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, എല്ലാ വേർഡ്സിന്റെയും മലയാളം പഠിക്കരുത്. മണ്ടത്തരാണ്. മലയാളം മീനിങ് മനസ്സിലാക്കി വെക്കുക, അത് മാത്രം മതി. പക്ഷേ പഠിക്കേണ്ടത് ഈ ഇംഗ്ലീഷ് വേർഡ്സ് ആയിരിക്കണം. മെഡിക്കൽ നെയിം അങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ അവിടെ നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, സംസാരിക്കുന്നത് നമ്മുടെ ലോക്കൽ മലയാളം ലോക്കൽ ലാംഗ്വേജ് ആണോ? ഓരോ മെഡിക്കൽ നെയിം അവർ പറയുന്നത് അങ്ങനെയാണോ? അല്ല, അതൊക്കെ അതിൻ്റെതായ ഒരു മെഡിക്കൽ ടേം ഉണ്ട്, മെഡിക്കൽ നെയിം ഉണ്ട്. അവർ അങ്ങനെ തന്നെയാ പറയുള്ളൂ. അങ്ങനെ തന്നെയായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സോ അതെല്ലാം നമ്മൾ തന്നെ പഠിക്കാം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആ വേർഡിന് മീനിങ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അല്ലേ? ഗൂഗിൾ സെർച്ച് ചെയ്യാലോ. അറിയില്ല ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇതിനെല്ലാതും നിങ്ങൾ ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പറയാം, മിസ് ഓരോ മീനിങ്ങും പറഞ്ഞിരുന്നില്ല, അങ്ങനെയൊക്കെ പോയും. അങ്ങനൊന്നും ആരോട് പറയുന്നിട്ടോ, മണ്ടത്തരാണേ. ഇത്രയും വലിയൊരു ആളായിട്ട് ഇത്രയും ആയി നിങ്ങള്. മൊബൈലിനെ കുറിച്ചും സോഷ്യൽ മീഡിയസിനെ കുറിച്ചും എല്ലാം അറിയാം, എങ്ങനെ പഠിക്കണം എന്നറിയാം. എന്നിട്ടും ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണേ. ഓക്കെ, അതുകൊണ്ട് ഓരോ വേർഡിന്റെയും മീനിങ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ ഈ ടീച്ചേഴ്സ് ആണെങ്കിലും ഈ വേർഡിന്റെ മീനിങ്സ് എങ്ങനെയാ പറഞ്ഞുതരാം? അവരും ഇതുപോലെ സെർച്ച് ചെയ്ത് തന്നെയല്ലേ പറഞ്ഞുതരാം, അല്ലേ? അത് നിങ്ങൾക്കും ആവാലോ. സോ സ്വയം പഠിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും അതിനെക്കുറിച്ച് അവെയറാകുക, നമ്മളത് മനസ്സിലാക്കുക, ഒരിക്കലും മറക്കാതിരിക്കുക. സ്വയം പഠിക്കുക ഒരുപാട് കാര്യങ്ങൾ. ക്ലിയർ? ഫോളോ ചെയ്തിട്ടോ, പറഞ്ഞെല്ലാം ഫോളോ ചെയ്യുക, ഇമ്പോർട്ടന്റ്. എനിക്ക് പഠിപ്പിക്കാൻ മടി കൊണ്ടോ, എനിക്കത് പറഞ്ഞുതരാൻ മടി കൊണ്ടോ അല്ല, എനിക്ക് പറഞ്ഞു തരാം. പക്ഷെ പറഞ്ഞു തരുമ്പോ നിങ്ങൾ ഈ സമയം മാത്രം അത് ഓർത്ത് വെക്കൂ. പിന്നീട് നിങ്ങൾ മറന്നു പോകും. നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കും. ഇപ്പൊ പറയുന്ന പോലെ നോട്ട്ബുക്കിൽ എഴുതി വെക്കും, ശരി, സമ്മതിച്ചു. പക്ഷെ അത് നിങ്ങൾ ഓർക്കുവോ? ഒരിക്കലുമില്ല. നിങ്ങൾ വീണ്ടും അതെടുത്ത് നോക്കേണ്ട അവസ്ഥ വരും. പക്ഷെ നിങ്ങൾ സ്വയം പഠിക്കുകയാണെങ്കിലോ നിങ്ങളത് ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് പിന്നീട് റീച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഇത് റീസേർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി വെച്ചു. അതാണ് നമ്മള് ലേൺ യുവർ സെൽഫ്, സ്വയം പഠിക്കുക എന്ന് പറയും. ഓക്കെ, ഫോളോ ചെയ്യും. അപ്പോ ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് മനസ്സിലായി, അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് മനസ്സിലായി, കീഹോൾ സർജറി എന്താണെന്ന് മനസ്സിലായി, അല്ലെ? This may contains either minimal invasive procedures such as keyhole surgery. Okay? അറിയാലോ, കീഹോൾ സർജറി മനസ്സിലായി. അതെങ്ങനെയാണ്? where cameras and laparoscope are inserted through small incision. Incision എന്താ? മുറിവാണ്. ആ മുറിവിലൂടെ എന്താ ചെയ്യുന്നേ? ക്യാമറാസ് ഇൻസേർട്ട് ചെയ്യും. കണ്ടിട്ടുണ്ടല്ലോ? നിങ്ങൾ പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പമാർഗം ഞാൻ പറഞ്ഞിരട്ടെ. ഈ കീഹോൾ സർജറി ഈ പറയുന്ന സെന്റൻസ് നോക്കി ടെക്സ്റ്റുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വായിക്കാം. കാരണം ടെക്സ്റ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോ ടെക്സ്റ്റുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം, എപ്പോഴും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കണം. ഓരോ സെന്റൻസ് ആയിക്കോട്ടെ, ഓരോ വേർഡ്സ് ആയിക്കോട്ടെ, അതൊക്കെ എവിടെയാണ്, ഏത് പോർഷൻ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റണം. അത്തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന ടെക്സ്റ്റ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് വരുന്നത് ടെക്സ്റ്റ് ത്രൂ ആണ്. അപ്പൊ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെക്സ്റ്റിനെ കുറിച്ച് ഏകദേശം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈസിലി യു ക്യാൻ അറ്റൻഡ് ദ എക്സാം വിതൗട്ട് എനി ടെൻഷൻ, വിതൗട്ട് എനി ഫിയർ.
ഓക്കെ, അതുകൊണ്ട് ടെക്സ്റ്റ് ആയിട്ട് എപ്പോഴും കണക്ട് ആയിരിക്കും, ടെക്സ്റ്റ് എപ്പോഴും വായിക്കും. വേറൊരു കാര്യം, ഇതെല്ലാം അത് എക്സാമിന് വേണ്ടി പറഞ്ഞാട്ടോ ഞാൻ. എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റ് പഠിച്ചേ പറ്റൂ. ഓക്കെ, ദെൻ അല്ലാതെ നമുക്ക് നോർമൽ കുറച്ച് വിവരം വേണ്ടേ? ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് ഏകദേശം ഒരു വിവരമെങ്കിലും നമുക്ക് വേണ്ടേ? അല്ലെങ്കിൽ പറയുന്ന കീബോർഡ് സർജറിയെ കുറിച്ച് ഒരു വിവരമെങ്കിലും വേണ്ടേ? അത് നമുക്ക് എക്സ്ട്രാ നോളജ് ആണ്. ആ എക്സ്ട്രാ നോളജ് നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിങ്ങനെ വായിക്കാതെ കീബോർഡ് സർജറി എന്താണെന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തിട്ട് കാണാം, വിഷൻ ചെയ്യാം, കണ്ടുപഠിക്കാം. കണ്ടുപഠിക്കുന്നതൊന്നും നമ്മൾ മറക്കില്ല ഒരിക്കലും, നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ക്യാമറ ഇൻസേർട്ട് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വരും. സോ ഇത് നമ്മൾ മറക്കില്ല, കണ്ടുപഠിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സ്വയം പഠിക്കുക, കണ്ടുപിടിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യൂ. ഇത് ഞാൻ പറഞ്ഞതാണ്, എന്റെ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് അത് അക്സെപ്റ്റബിൾ ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. You can accept it or reject it. That's your rights or that's your freedom. Okay? ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. Then or open surgery where surgeon make larger cuts to reach the internal organs. നമ്മുടെ ലാർജർ ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആ രീതിയിലൊരു മുറിവുണ്ടാകും, കട്ട് ചെയ്യണം നമ്മുടെ ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പുറമെ എക്സ്റ്റേണലി നമ്മൾ എന്താണ് കട്ട് ചെയ്യേണ്ടി വരും. അതാണ് ലാർജർ സർജറി ഓർ ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. അപ്പൊ കീബോർഡ് സർജറി എന്താണെന്നും ലാർജ് അല്ലെങ്കിൽ ഓപ്പൺ സർജറി എന്താണെന്നും ക്ലിയർ ആയോ? Is it clear? Yeah. Then, robot-assisted surgery allows surgeon to perform certain procedures through small incision. Operation theatre is otherwise known as OR. ചില സമയങ്ങളില് ഇപ്പൊ അറിയാലോ റോബോട്ട്സ് അസിസ്റ്റ് ചെയ്യാറുണ്ട്. ഹൈലി എന്താണ് കുറച്ചുകൂടെ അത്യാവശ്യം നല്ല ഒരുപാട് നമ്മുടെ ഇവിടെയൊന്നും ഇല്ല, അതാണ് കാര്യം. അങ്ങനെ പക്ഷെ വരുന്നുണ്ട് റോബോട്ട്സ് അസിസ്റ്റ് ചെയ്യാൻ ചില സർജറിയിൽ. ഇനി വായിക്കൊടുന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ആയിക്കൊടുന്നൊന്നുമില്ല. സോ ഈ പറയുന്ന സ്മോൾ ഇൻസിഷൻസ് അല്ലെങ്കിൽ സ്മോൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ റോബോട്ട്സ് അസിസ്റ്റന്റ് ആയിട്ട് വരാറുണ്ട്, അലോ ചെയ്യാറുണ്ട് എന്നാ പറയുന്നത്. ദെൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വേറൊരു പേര് എന്താണ്? OR എന്നാണ് കേട്ടോ. ഈ പാരഗ്രാഫിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? വാട്ട് ഈസ് കീഹോൾ സർജറി എന്ന് ചോദിക്കാം, വാട്ട് ഈസ് ഓപ്പൺ സർജറി എന്ന് ചോദിക്കാം, what is the other name of operation theatre എന്ന് ചോദിക്കാം. Okay, and what is the purpose of, what is the functions of, purpose of the operation theatre എന്ന് ചോദിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാൻ പറ്റുമല്ലോ. ക്യാൻസർ കിട്ടുന്നുണ്ടോ? എന്താണ് what is the function of, what is the purpose of operation theatre? എന്താണ് തിയേറ്ററിന്റെ purpose, എന്താണ് ആവശ്യം, എന്താണ്? This is a place where certain invasive surgical procedures done. അല്ലെ, നമ്മള് കുറച്ച് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് എന്ത്, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതിൽ തന്നെ വാട്ട് ഈസ് കീഹോൾ സർജറി? വാട്ട് ഈസ് കീഹോൾ സർജറി? This contain a minimally invasive procedure. അല്ലെ, ഒരു മിനിമം ഇൻവാസീവ് പ്രൊസീജിയർ ആണ് എന്ത്, കീഹോൾ സർജറി എന്ന് പറയുന്നത്. And open surgery, it makes larger cuts to reach the internal organs. അല്ലേ, അതാണ് എന്ത്, ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ? OR. The short form is OR and the full form is operating room. Is it clear? ഈ പാരഗ്രാഫ് ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും, ഒന്ന് വായിക്കും. വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂട്ടോ. വായിച്ചതിന് ശേഷം എന്നോട് ഇൻഫോം ചെയ്യാം. ഓക്കെ,
ഓക്കെ, ക്ലിയർ ആണ്. എന്താണ് ലാപ്രോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലാപ്രോസ്കോപ്പി എന്താണ്? അവിടെ ചെറിയ മുറിവുകളിലൂടെ പറയുന്ന ട്യൂബോ ക്യാമറയോ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇത് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? യാ, ക്ലിയർ ആണ്. Any doubts? Do you have any questions? No? All clear? Yeah, very good. Now the next portion and next point is OR environment. OR in the operation room or operation theatre എന്ന് പറയാം. Operation room എടുക്കാം. OR എന്ന് പറഞ്ഞാൽ operation room ആണ്. ഇത് operating room ആണ്. Okay, അതിന്റെ environment എങ്ങനെയാണ്? അതൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കട്ടെ. Operating rooms are germ-free environments. All personnel should wear protective clothing, wearing scrubs, as well as shoe covers, masks, caps, eye shield, and other covering to prevent the spread of germs. The operating room should be luminous and the temperature should be very cool. Operating rooms should be air conditioned to help prevent infection through bacterial filtration system. അതായത് ഈ ഓപ്പറേഷൻ റൂം എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്? ജേം ഫ്രീ ആയിരിക്കണം. ജേംസോ ഇൻഫെക്ഷൻസോ ഫംഗസോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ജേം ഫ്രീ ആയിരിക്കണം. കാരണം ജേം ഫ്രീ അല്ലെങ്കിൽ എന്താ വെച്ചാ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ജേം ഫ്രീ ആയിരിക്കണം എന്ന് പറയുന്നത്. അറിയാലോ, ഇതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കോമൺ സെൻസ് മതിയൊക്കെ ചിന്തിക്കാനായിട്ട്. ഇനി പേഴ്സണൽ മീൻസ് സ്റ്റാഫ് ആണ് കേട്ടോ. അതിൽ ഓക്കെ സ്റ്റാഫ് മെമ്പേഴ്സ് പേഴ്സണൽ. ഓക്കെ, all personnel should wear protective clothing named scrubs, as well as shoe covers, masks, caps, eye shield, and other covering to prevent the spread of germs. ഈ നിൽക്കുന്ന സ്റ്റാഫ് ചുമ്മാ കയറി നിൽക്കാൻ പറ്റും? ഇല്ല, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെയർ ചെയ്യേണ്ടി വരും അല്ലെ? അത് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവർക്കോ അവരിൽ നിന്ന് നമ്മൾക്കോ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എല്ലാം വേറെ കൊണ്ടായിരിക്കണം ഈ സ്റ്റാഫ് ആ റൂമിൽ നിൽക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അല്ലെ എന്തെങ്കിലും തരത്തില് ഹെൽപ്പിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ അതർ സ്റ്റാഫ്, നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ആരാണെങ്കിൽ പോലും ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രിവെന്റീവ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വേറെ ഇതുകൊണ്ട് മാത്രമായിരിക്കണം. അത് എന്തൊക്കെയാണ് വേറെ ചെയ്യേണ്ടത് അറിയാലോ? ഓക്കെ, ക്ലിയർ? Then the operating room should be luminous and the temperature should be very cool. What is the meaning of luminous? Luminous is very ഭയങ്കര ഇരുട്ടായിരിക്കണം എന്നാണോ പറയുന്നത്? വെട്ടോ വെളിച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആവശ്യമായ രീതിയിൽ വെളിച്ചം ആവശ്യമാണ്. അതിനെ ലൂമിനസ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല വെളിച്ചമൊക്കെ വേണം. ഓക്കെ, ലൂമിനസ് ആയിരിക്കണം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്തായിരിക്കണം? വെരി കൂൾ. AC ഉണ്ടാകും അവിടെ. AC എയർ കണ്ടീഷൻ എന്താണ്? AC ആണ്. AC ഉണ്ടാകും. കൂൾ ആയിരിക്കണം. ഈ AC എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? ഓപ്പറേറ്റിംഗ് റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷൻഡ്. എന്തിനു വേണ്ടിയിട്ടാ? ടു ഹെൽപ്പ് പ്രിവെന്റ് ഒരു ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. ഈ പറയുന്ന AC എന്തിനാണ്? അതില് ഈ അവിടെയുള്ള AC-ല് പ്രിവെൻഷൻ ഉണ്ടാകും. അതായത് ഇൻഫെക്ഷൻസ് പടരാതെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന എയർ കണ്ടീഷൻ സിസ്റ്റം, എയർ കണ്ടീഷൻ ഫിൽട്രേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ എയർ കണ്ടീഷൻ വേണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല അവിടുത്തെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ കൂൾ ആയിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ റൂം എന്തായിരിക്കണം? ജേം ഫ്രീ ആയിരിക്കണം. അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഏത് സ്റ്റാഫ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, അതർ കൈൻഡ് ഓഫ് സ്റ്റാഫ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എല്ലാം വേറെ ഇരിക്കണം. Then operation theatre and operating room should be luminous. And also the temperature should be very cool. And air conditioner. ഈ പറയുന്ന റൂം എയർ കണ്ടീഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് to help prevent infection through bacterial filtration. ഈ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം ഈ പറയുന്ന എയർ കണ്ടീഷനിൽ ഉണ്ട്. ആ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ അത് ഹെൽപ്പ് ചെയ്യുന്ന പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ
റൂമിന്റെ എൻവയോൺമെന്റിനെ കുറിച്ച് പറയാനുള്ളത്? Is it clear or not? Okay, then you can read that paragraph. Okay, thank you. Okay, just inform me if you finish reading. Okay. Okay, പെട്ടെന്ന് വായിക്കുന്നുണ്ടല്ലോ നിങ്ങള്. ഇത്ര പെട്ടെന്ന് മനസ്സിലായോ? കൊള്ളാം. I like it. Okay. Then next one. Arm equipment. Equipments ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? എന്തൊക്കെയാണ്? An operating room has a special equipment like respiratory and cardiac support, emergency resuscitative devices, patient monitors and diagnostic tools, etc. Operation room എന്തൊക്കെ equipments ഉണ്ടാവുക, എന്തൊക്കെ മെഷീൻസ് ആയിരിക്കും ഉണ്ടാവുക, അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്തൊക്കെ മെഷീൻസ് ഉണ്ടാവും? Respiratory, cardiac support, emergency resuscitative devices, patient monitors and diagnostic tools. ഇതൊക്കെ എന്തൊക്കെയാണ്? അറിയോ നിങ്ങൾക്ക് ഇതൊക്കെ എന്തെയാണ്? റെസ്പിറേറ്ററി എന്താ അറിയാം? പിന്നെ ഞാൻ പറയണ്ട. റെസ്പിറേറ്ററി എന്തൊക്കെയാണ്? എന്താ റെസ്പിറേറ്ററി? പറയും അറിയാവുന്നവര് പറഞ്ഞോളൂ കേട്ടോ. പറയൂ. ശ്വാസം എടുക്കാനൊക്കെ പറ്റിയ സാധനം. വെന്റിലേറ്റർ. എന്തോ കേട്ടില്ല, പറയൂ. ഓക്സിജൻ ലെവൽ നോക്കുന്നത്. ഹലോ, സുചിത്ര പറയുന്നത് കേൾക്കുന്നില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഭയങ്കര എന്തൊക്കെയുള്ള സൗണ്ട്, പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, പേഷ്യന്റിന്റെ ഓക്സിജൻ ലെവൽ നോക്കുന്നത്. Okay. Cardiac support. What is cardiac support? Yeah. Okay. അപ്പൊ ഏകദേശം ധാരണ ഉണ്ടല്ലോ നമുക്ക്, അല്ലെ? റെസ്പിറേറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശവുമായി വരും, ശ്വസന സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ശ്വാസം വേണം, അല്ലെ? ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കൈൻഡ് ഓഫ് മെഷീൻ ആണെന്ന് പറയുന്നത്, ലെവൽ ചെക്കാനുള്ള മെഷീൻ എന്ന് പറയാം. ദെൻ കാർഡിയാക് സപ്പോർട്ട് എന്താണ്? എമർജൻസി റെസിസ്റ്റേറ്റീവ് ഡിവൈസസ് എന്തൊക്കെയാണ്? ഓക്കെ, ഏകദേശം അറിയാലോ അല്ലെ? എക്സ്പ്ലെയിൻ ചെയ്യണോ ഞാൻ ഇതിനെ കുറിച്ച്? നിങ്ങൾ പഠിക്കുമ്പോ, എക്സാമിന് വേണ്ടി പഠിക്കുമ്പോ ഈ പറയുന്ന എല്ലാ മെഷീൻസും ഒന്ന് പഠിച്ചു വെക്കണം. മീൻസ് മെഷീൻസിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം ചോദിക്കുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ വരാം, ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ റൂമിൽ വേണ്ട ആവശ്യമായ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഈ പറയുന്ന മെഷീൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഏതൊക്കെ മെഷീൻസ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവേണ്ടത് എന്ന് അറിഞ്ഞിരിക്കുക. അതാണ് ഈ പറയുന്ന പോർഷനിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ മെഷീൻസിനെ കുറിച്ച് നിങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കുന്നുണ്ട്.
സോ ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇപ്പോ ഇല്ല, തൽക്കാലത്തേക്കില്ല. സോ നിങ്ങൾ ഇതിനെ കുറിച്ചും മെഷീൻസിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നോർത്ത് നിങ്ങളെ വിഷമിക്കുകയൊന്നും വേണ്ട. എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്, ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അല്ലെങ്കിൽ പോലും വേറെ ടീച്ചേഴ്സ് അതിനെ കുറിച്ച് എടുക്കും കേട്ടോ. നമുക്ക് അതെല്ലാം ആവശ്യമാണ്. ഹായ് ഹായ് അൻസി, ഹായ് ആര്യ. ഓക്കെ, അപ്പോ ഇത്രയും മെഷീൻസ് ആണ് എന്ത് പറയുന്ന ഓപ്പറേറ്റിംഗ് റൂമില് വേണ്ടത്. നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാണേ. Some of the staff who work in operating theaters consist of the following. കുറച്ച് സ്റ്റാഫ് എന്തായാലും ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണം. ആരൊക്കെയാണെന്നാണ് കേട്ടോ. സർജൻ who perform the operation. സർജൻ വേണമല്ലോ, സർജൻ ഇല്ലാതെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, സർജൻ വേണം. Anesthetist who give anesthetic to restrain pain both before and during the operation. Anesthesia ആവശ്യമാണ്. Mute ചെയ്യൂ. ആരും മ്യൂട്ട് ചെയ്യരുത് കേട്ടോ. മ്യൂട്ട് ചെയ്യൂ കേട്ടോ. മ്യൂട്ട് യുവർസെൽഫ് പ്ലീസ്. ഓക്കെ, നിങ്ങൾ കാരണം ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കേണ്ട അവസ്ഥ വരരുത്. ഓക്കെ, അത് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നോക്കാം. ഇനി ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ഓൾമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആരാണ് ഉണ്ടാവേണ്ടത്? സർജൻ ആണ്. അത് കഴിഞ്ഞിട്ട് ആരെ വേണം? ഒരു അനസ്തീഷ്യസ്റ്റ് ആവശ്യമാണ്. കാരണം എന്താണ്? അനസ്തീഷ്യ തരണം അല്ലേ? അനസ്തീഷ്യ നമുക്ക് എന്താണ് അനസ്തീഷ്യ കൊടുക്കണമെങ്കിൽ പറയുന്ന എക്സ്പേർട്ട് ആവശ്യമാണ്. സോ അനസ്തീഷ്യസ്റ്റ് അവിടെ മസ്റ്റ് ആണ്. അത് ആഫ്റ്റർ ആൻഡ് ബിഫോർ സർജറി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡ്യൂറിംഗ് ഓപ്പറേഷന് ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. സോ അനസ്തീഷ്യസ്റ്റ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് സ്റ്റാഫ് is consisting operating theater. Okay, and the next one is theater nurse who take care of patients throughout all 4 stages of the operation. In all stages nurse-ന്റെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്, കെയർ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ തിയേറ്റർ nurses അവിടെ അവൈലബിൾ ആയിരിക്കണം, അവിടെ ഉണ്ടാവണം. Okay, and the fourth one is the theater support workers who shift patients between the ward and the operating theater. ഒരു സപ്പോർട്ട് വർക്കേഴ്സ് അവിടെ വേണം. കാരണം എന്താണ്? പേഷ്യൻസിന് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും, ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, റൂമിലേക്കോ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം. സോ സപ്പോർട്ടിംഗ് സപ്പോർട്ട് വർക്കേഴ്സ് ആവശ്യമാണ്. Then cardiographer's to monitor the ECG machine. cardiographer's വേണം, കാരണം ECG മെഷീൻ മോണിറ്റർ ചെയ്യണം. അല്ലെ, ഇങ്ങനെ ഗ്രാഫ് എങ്ങനെയൊക്കെയാണെന്ന് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന cardiographer's മസ്റ്റ് ആണ്. So they should be there. And next one is the radiographers to take X-rays if they are required. And X-rays കാര്യങ്ങളുടെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ പറയുന്ന റേഡിയോഗ്രാഫേഴ്സും കൂടെ അവിടെ ആവശ്യമാണ്. അപ്പൊ ആരൊക്കെയാണ് ഉണ്ടാവേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിൽ? ആരൊക്കെയാണ്? സർജൻ, അനസ്തീസിസ്റ്റ്, theater nurse, and support workers, cardiograpers, and radiographers. Is it clear? ഒരു പേജ് കാണുന്നു. ഫസ്റ്റ് പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ഞാൻ എടുത്ത പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കംഫർട്ടബിൾ ആണോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഡു യു ഹാവ് എനി സജഷൻ? യു ക്യാൻ സേ ടു മീ. ഓക്കെ, ഒരുപാട് തമ്പ് വരുന്നുണ്ട്. പക്ഷെ ഒപ്പീനിയൻ ആയിരുന്നു പറയുന്നില്ലല്ലോ. ഓക്കെ, സംസാരിക്കാനുള്ള ടൈമാണ്. സംസാരിക്കൂ. Tell me about my class. How was it? Okay ആണോ? ക്ലാസ് ഓക്കെയാണ്, മനസ്സിലാവുന്നുണ്ട്. Okay, any other opinion? എല്ലാവരും പറയൂ. പറഞ്ഞാൽ എനിക്ക് അത്രയും നല്ലതാണ്. ഓക്കെയാണ്. വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് ഉണ്ടോ? Any other complaints or negatives? എന്താണെങ്കിലും പറഞ്ഞോ, ധൈര്യമായിട്ട് പറയാം. മിണ്ടുന്നില്ലല്ലോ, എന്താണ് മിണ്ടാത്തെ? സംസാരിക്കൂ. നിങ്ങള് സംസാരിക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നില്ല. ഇങ്ങനെയാണോ? പറയൂ. ഒന്നും പറയാനില്ല? സഹിക്കാൻ പറ്റുമോ എന്നെ? 1 മണിക്കൂറൊക്കെ
സഹിക്കാൻ പറ്റുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയോ ലീവ് ചെയ്ത് പോയി. എന്നെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ പോയെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ടാവും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിഷയം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും പറയാം കേട്ടോ. നിങ്ങൾ അതിന് നിങ്ങളുടെ റെസ്പെക്ട് മിസ് അത് പറഞ്ഞാൽ എങ്ങനെ വിചാരിക്കും, മിസ്സിന് ഇത് തോന്നും, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. അതിന് ഭീകരമായ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ പറയുന്നു, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ചിലപ്പോൾ ഞാൻ മാറ്റി അതിന്റെ ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാം, അത് ഞാൻ റെക്ടിഫൈ ചെയ്യും. കാരണം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. പറയണം, എന്താണെങ്കിലും പറയാം. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ എടുക്കണോ? എന്താണ് എന്ത് പറഞ്ഞ പറയൂ സൂര്യ. അല്ല, നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാ നമുക്ക് അണ്ടർലൈൻ ചെയ്തിടായിരുന്നു. ഓക്കെ, അങ്ങനെ അണ്ടർലൈൻ ചെയ്യാൻ പോയിന്റ്സ് പൊതുവേ അങ്ങനെ പറയാറില്ല. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കട്ടെ കേട്ടോ. നിങ്ങൾ അണ്ടർലൈൻ, ഇപ്പൊ ഞാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്യണമൊന്നും ചെയ്യണ്ട, അവിടെ ഇരിക്കട്ടെ. ടെക്സ്റ്റ് നോക്കിയാൽ വേണ്ട, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക, അത് മാത്രം. ഓക്കെ, മലയാളത്തിൽ മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഇംഗ്ലീഷിൽ നിങ്ങൾ ആലോചിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? ആൻസർ പറയണ്ട, ആരും പറയണ്ട. വാട്ട് ഈസ് ഓപ്പറേഷൻ തിയേറ്റർ? എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? ഓക്കെ, ദെൻ ഓപ്പറേഷൻ തിയേറ്റർ എന്താ ചെയ്യുന്നത്? ആൻസർ പറയണ്ട കേട്ടോ, കൺമ്യൂട്ടേ ചെയ്യണ്ട, മിണ്ടണ്ട, കണ്ണടച്ചിരിക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ ചോദിക്കുന്ന ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക, അത് മാത്രം. നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം, നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. വാട്ട് ഈസ് കീഹോൾ സർജറി? എന്താണ് കീഹോൾ സർജറി? എന്താണ് കീഹോൾ സർജറി? മനസ്സിൽ വരുന്നുണ്ടോ? ആലോചിച്ചു. അതുപോലെ എന്താണ് ഓപ്പൺ സർജറി? ഓക്കെ, ചില സർജറിയില് ഈ സർജൻ അസിസ്റ്റ് ചെയ്യാൻ നിയമിക്കുന്ന ആരെയാണ്? ചില സർജറി, ഞാൻ എല്ലാ കേസും പറയുന്നില്ല, ചില നമ്മുടെ ഇവിടെ ഇല്ല. എന്താണ് അറിയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി ഓപ്പറേഷൻ തിയേറ്ററിന്റെ വേറൊരു പേരെന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻവിറോൺമെന്റ് എങ്ങനെയാണ്? അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂം എങ്ങനെയായിരിക്കണം? അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവിടെ ആരൊക്കെ ഉണ്ടാകണം? ആ റൂമിൽ എന്തൊക്കെ വേണം? ആ റൂം എങ്ങനെയായിരിക്കണം? അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം? അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കണം? അവിടെ ഉള്ളവർ എന്തൊക്കെ ചെയ്യണം? ആ റൂം എങ്ങനെയായിരിക്കണം? അവിടെ ആരൊക്കെയാണ് വേണ്ടത്? അവരെന്തിനൊക്കെയാണ് അവിടെ വേണ്ടത്? എല്ലാ ആൻസറും കിട്ടിയോ? കിട്ടി, എല്ലാം കിട്ടി. കിട്ടിയല്ലോ. ഇനി അണ്ടർലൈൻ ചെയ്യണോ? വേണ്ട, പഠിച്ചോ? പഠിച്ചു. എത്രയേ ഉള്ളൂ, ഇനിയും പഠിക്കാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് പഠിക്കുന്ന ഒന്നാമത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം. ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ചെയ്തതേ ഇല്ല. അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ആ പോയിന്റ് കിട്ടി, ആ പോയിന്റ് പഠിക്കാം എന്നാണ്. പക്ഷെ ഒരിക്കലും അണ്ടർലൈൻ ചെയ്ത് വെക്കുന്ന പോർഷൻ നമ്മുടെ മൈൻഡിലേ ഉണ്ടാവില്ല. ഉണ്ടാവുന്ന എന്തായിരിക്കും എന്നറിയോ? ആ അണ്ടർലൈൻ ചെയ്ത ആ ഒരു വരയായിരിക്കും നമ്മുടെ മൈൻഡിൽ വരാം. സത്യമല്ലേ? എന്ന് ആലോചിക്കുക. അണ്ടർലൈൻ ചെയ്ത വര മാത്രമേ വരൂ. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ് നമ്മുടെ മൈൻഡിലേ വരില്ല. ഷുവർ ആണത്. ആ മെത്തേഡ് എനിക്കറിയില്ല, എനിക്കത് പറ്റില്ല. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ പഠിക്കാം, മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു പേജ് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഈ ഒരു പേജ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, എല്ലാം നമുക്ക് മനസ്സിലാവും. ഷുവർ ആണ്, വായിച്ചാൽ മാത്രം മതിയാവും. ആ പോയിന്റ്സും ഓരോ വേർഡ്സും ഓരോ സെന്റൻസും നിങ്ങളുടെ മൈൻഡിൽ എല്ലാം ഇപ്പൊ ഉണ്ട്. ശരിയല്ലേ? ചുമ്മാ പറയുന്നതാണോ ഞാൻ?
അല്ല ശരിയാ. ഇങ്ങനെയും പഠിക്കാമെന്ന് മനസ്സിലായോ ഇപ്പോ? ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യും. ഇങ്ങനെയായിരിക്കും ഞാൻ ക്ലാസ് എടുക്കാട്ടോ. ഓക്കെ, ഇങ്ങനെ ഫുൾ ഡേ ഇരുന്ന് ക്ലാസ് എടുക്കില്ല, വായിക്കും ഇങ്ങനെ പറയാണ്. ഓരോ സെന്റൻസ് വെച്ച് വായിക്കാൻ പറ്റില്ല. ഓരോ സെന്റൻസ് വെച്ച് വായിക്കുന്നത് മീനിങ് ഇങ്ങനെ പറയാ. ഇങ്ങനെയാണ് പഠിക്കുക, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. എല്ലാവരും അങ്ങനെയായിരിക്കില്ല ക്ലാസ് എടുക്കുക. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കംഫർട്ടബിൾ ആണെന്ന് മാത്രമല്ല, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അത് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ. ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ് മിസ്. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതിയോ? മതി മതി മതി. ബോറടിച്ചോ? ഉറക്കം വന്നോ? ബോറടിച്ചോ? സത്യം പറയൂ. ഇല്ല. എനിക്ക് വയ്യ, മതി, ഇതൊക്കെ മതി. ഞാൻ എന്നെ തന്നെ ഞാൻ തന്നെ എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങളൊന്നും മിണ്ടരുത് കേട്ടോ. ചുമ്മാ തമാശക്ക് പറയുന്നതാണ് കേട്ടോ, സീരിയസ് ആയിട്ട് നിൽക്കരുത്. ഓക്കെ, ക്ലാസ് ഓക്കെയാണ്. പക്ഷെ എനിക്ക് വീക്കിലി പോകാൻ ഒരു ക്ലാസ്സേ ഉള്ളൂ കേട്ടോ. ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ വരുന്നുള്ളൂ. ഓക്കെ, മിസ് ചെയ്യണേ. ഓ സങ്കടം, എനിക്ക് വയ്യ, എനിക്ക് മതി ഇത്. സന്തോഷം. അതായത് ആഴ്ച ഒരു ദിവസം നിങ്ങൾ എന്നെ സഹിച്ചാൽ മതി എന്നാണ് അതിനർത്ഥം. എല്ലാ ദിവസവും സഹിക്കണ്ട, 2 ദിവസം സഹിക്കണ്ട, 2 ദിവസം സഹിച്ചാൽ മതി. ഓക്കെ, അത്രയ്ക്കുള്ളൂ. സമയം പോയല്ലോ, 1 മണിക്കൂർ പോയി. നിങ്ങൾ അറിഞ്ഞോ 1 അവർ പോയത്? അറിഞ്ഞോ? എനിക്ക് വേണ്ടില്ല, എന്റെ ഒരു കഴിവേ എന്ന് ആലോചിക്കും. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കും കേട്ടോ. നിങ്ങൾ സംസാരിക്കൂ, എന്റെ കൂടെ നിങ്ങൾക്ക് സംസാരിച്ചൂടെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ പഠിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻസ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഞാനിപ്പോ എടുത്ത പേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. മനസ്സിലായോ? ഇനി മോക്ക് ടെസ്റ്റ് വരുമ്പോ നോക്കിക്കോ, നിങ്ങൾ ഈസിലി നിങ്ങൾ ആൻസർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് സംസാരിക്കാം, റിലാക്സ് ചെയ്യാം. കാരണം പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്നോട് എന്തും പറയാം. റിലാക്സ് ചെയ്തിരിക്കും. ഓക്കെ, വലിയ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം, ചെറിയ ചെറിയ വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. ഓക്കെ, ഇത് ഞാൻ മാത്രമേ ഇരുന്ന് പറയുന്നുള്ളൂ, നിങ്ങൾ മിണ്ടുന്നില്ല. എനിക്ക് ബോറടിക്കുന്നുണ്ട് കേട്ടോ, സത്യം പറയാം, എനിക്ക് ബോറടിക്കുന്നുണ്ട്. ഇനിയാണെങ്കിൽ ഞാൻ മിണ്ടില്ല, ഞാൻ ക്ലാസ് എടുക്കും, ഫുൾ ടൈം ക്ലാസ്. എന്നോട് സംസാരിക്കണമെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ. അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം ക്ലാസ് എടുത്തിട്ട് പോകും. സ്ട്രിക്റ്റ് ആകും, സീരിയസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ട് പോകും. അറിയോ? അമ്മ എന്നോട് സംസാരിക്കും, റേഡിയോ മാം പറയുന്നതിന് നമ്മൾ മറുപടി തരുന്നുണ്ടല്ലോ. എന്തോ മാം പറയുന്നതിന് നിങ്ങൾ മറുപടി തരുന്നുണ്ടല്ലോ. പിന്നെ ഓക്കെ മാം, അതാണ് പറയുന്നത്. ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ അതല്ല പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത് സംസാരിപ്പിക്കാനും പഠിപ്പിക്കണോ ഞാൻ? ടീച്ചറുടെ വീട് എവിടെയാ? എറണാകുളം നോർത്ത് പറവൂരാണ് എന്റെ വീട്. നിങ്ങൾ എവിടെയാണ്? അല്ലേ? പിന്നെ ഇമോജി വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ചുമ്മാ അയക്കുന്നതാണോ? അല്ല അല്ല. ഓക്കെ, അപ്പൊ എവിടെയാണ് സ്ഥലം? എവിടെയാണ് പറയൂ. എന്റെ വീട് വന്ന് കിഴക്കമ്പലം. കിഴക്കമ്പലം ആലുവ പെരുമ്പാവൂരൊക്കെ അടുത്തായിട്ട് വരും. ആ അതെ, നമ്മളെ കുറച്ചടുത്താണെന്ന് പറയാം അല്ലെ? അതെ അതെ. ഞാൻ കണ്ണൂരാ മാം. കണ്ണൂര്? കണ്ണൂർ കണ്ണൂരല്ലേ? ഞാൻ അഹങ്കാരത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഭയങ്കര അഹങ്കാരമാണ് അത്. അഹങ്കാരത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എവിടെ പോയാലും എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാകും. കേരളത്തിൽ എവിടെ പോയാലും അതൊരു ഭാഗ്യല്ലേ അല്ലേ? ലക്കി, ഞാൻ ലക്കിയാണ്. ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും ലക്കിയാണ് ആ കാര്യത്തിൽ. കണ്ണൂര്, കാസർഗോഡ്, തിരുവനന്തപുരം എല്ലാവരും ഉണ്ടാവും. അപ്പോ ഒരു കാര്യമുണ്ട്, ലക്കി എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഞങ്ങൾ ആരെങ്കിലും കണ്ടാലും വന്ന് സംസാരിക്കണം, എന്നാൽ മാത്രമേ ഞങ്ങൾ ലക്കി ആകൂ. അല്ലാതെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? നിങ്ങൾ അവിടെ നിന്ന് ചിരിച്ചാൽ ഞങ്ങൾ ചിരിക്കും, പക്ഷെ സംസാരിക്കണമെന്ന് എന്നാൽ അറിയാൻ പറ്റൂ.
ഓക്കെ സോ ഞാൻ പോവാണ് കേട്ടോ എന്റെ സമയം താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു താങ്ക് യു മാം.